Hello everyone, welcome to Disha Academy. RRB NTPC 2025 ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന RRB NTPCയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ പറഞ്ഞു പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ rrbapply.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ പേജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും കഫേയിൽ പോയി ചെയ്യാമെന്നെങ്കിൽ അങ്ങനെ പോയി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമ്മുടെ NTPC ഓപ്പൺ ആയ ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കും. അതായത് നമ്മുടെ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ്. അണ്ടർ ഗ്രാജുവേറ്റ് +2 ലെവൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഉടനെ തന്നെ വരും. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്ത് തീർക്കുക. അപ്പൊ ഒക്ടോബർ 21 സ്റ്റാർട്ട് ആയതാണ്. നവംബർ 20 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിയുമ്പോൾ തന്നെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ പേജ് ഇത് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴേക്കും അടുത്തൊരു പേജ് വരും. അതിലിങ്ങനെ കാണിക്കും സൈൻ ഇൻ ടു യുവർ RRB അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. സൈൻ ചെയ്യാനായിട്ട് പറയും. അപ്പൊ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ വിത്ത് ചെയ്യുക, ആധാർ തന്നെ കൊടുത്ത് ചെയ്യുക. അപ്പൊ ആധാർ കൊടുക്കാനായിരിക്കും പറയുന്നത് കേട്ടോ. ആധാറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളുടെ ആധാറിന്റെ ഒരു നമ്പർ, ഇവിടെ ഒരു മൊബൈൽ നമ്പർ അവർ ചോദിക്കും. അപ്പൊ ആ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് ഇവിടെ ഈ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്, അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജനറേറ്റ് OTP എന്ന് പറഞ്ഞൊരു സംഭവം അടിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് റെയിൽവേയിലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഏത് നമ്പർ ആണോ കൊടുത്തിരിക്കുന്നത്, ഏത് നമ്പർ, ഇപ്പം ഈ പറയുന്ന മെസ്സേജ് വരുന്ന നമ്പർ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ ഈ പറയുന്ന ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ കൊടുത്തത്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പഴയ ഏതെങ്കിലും നമ്പർ ആണ് കൊടുത്തെങ്കിൽ അതൊന്ന് കൊടുത്തു നോക്കുക. അപ്പൊ ഇവിടെ എഴുതി കാണിക്കും ഏത് നമ്പറിലേക്കാണ് നിങ്ങളുടെ OTP ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കും. അത് വേറൊരു നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ ഈ നമ്പർ തന്നെ ആയിരിക്കാം കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആ ഒരു നമ്പർ വരും. ഇപ്പൊ നമ്പർ വരാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുത്ത നമ്പർ തെറ്റായത് കൊണ്ടാണ് നിങ്ങൾക്ക് OTP ജനറേറ്റ് ആവാത്തത്. ഇപ്പൊ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എഴുതി കാണിക്കും OTP സെൻഡ് ടു ഏതൊരു നമ്പർ ആണെന്ന് എഴുതി കാണിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്ന് കാണും. ആ മെസ്സേജ് എടുത്തിട്ട് ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ അത് ചെയ്യുക. എന്നിട്ട് ഇവിടെ നൗ ഐ എം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ബോക്സും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് പറയുന്നത്. ആധാർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി എന്താണ് നിങ്ങളുടെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ കരുതുക. വെറുതെ അതിനൊന്നും ലാഗ് വരുത്തരുത്. നിങ്ങളെ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ടാവണം. അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഈ പറയുന്ന ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് എന്താണ് വാലിഡ് ആയിരിക്കണമെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഈ മെയിൻ ആയിട്ട് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. റെയിൽവേയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. റെയിൽവേയുടെ മെഡിക്കലും DV ഒക്കെ ഭയങ്കര കർശനമായിട്ടാണ് അവർ നോക്കുന്നത്. അപ്പൊ അത് ഒട്ടും നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അവസാനം കൊണ്ട് കല ഒടിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ചാടിക്കേറി അപ്ലൈ ചെയ്യണമെന്ന് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ വാലിഡ് ആയിട്ടുള്ള എല്ലാ പ്രൂഫുകളും കയ്യിൽ കരുതുക. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കിക്കോളാം. ഇനി അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു സെഷൻ ടൈമിംഗ് ഒക്കെ കൊടുക്കും. ആ ടൈമിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ട് പിന്നെ പോയിട്ട് വന്ന് ചെയ്താൽ വീണ്ടും ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ ആ ഒരു സെഷൻ ആദ്യമേ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ആദ്യം തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത് കേട്ടോ. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്ന ഒരു പേജ്. അത് കഴിഞ്ഞ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. നമ്മളെല്ലാം മനസ്സിലാക്കി ഇതിലേക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പൊ ഓൺലൈൻ ആപ്ലിക്കേഷന് ഈ ഒരു ഓപ്ഷൻ ഓരോന്നായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യം ജനറൽ ഇൻസ്ട്രക്ഷൻസ് തന്നു. അത് കഴിഞ്ഞ് ഓൺലൈൻ ആപ്ലിക്കേഷൻസിന്റെ ആ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അവിടെ തന്നെ കൊടുത്തിരിക്കും നിങ്ങൾ ഏത് RRBയിലേക്കാണ്, ഏത് സോണിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് RRB എന്ന് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ RRBസും ഇവിടെ കാണിച്ചിരിക്കും കേട്ടോ. 13 RRBs ഉണ്ടായിരിക്കും. 17ഓളം RRBs ഉണ്ട്. അതിലെല്ലാം എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്, ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രമാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് ഈ പറയുന്ന വാക്കൻസി ഏറ്റവും കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പോസ്റ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്ന എവിടെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ചെന്നൈ കൊടുക്കണമെങ്കിൽ ചെന്നൈ കൊടുക്കാം, ബാംഗ്ലൂർ കൊടുക്കുന്നെങ്കിൽ ബാംഗ്ലൂർ കൊടുക്കാം, സിക്കന്ദരാബാദ് വേണമെങ്കിൽ സിക്കന്ദരാബാദ്. പിന്നെ എല്ലാം ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മൾ അവിടെ പോയാണ് ജോലി ചെയ്യണമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് മാത്രമേ
നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കാവൂ. പിന്നെ നമുക്ക് എക്സാം ഒന്നും അവിടെ പോയി എഴുതേണ്ടി വരില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് മാത്രം അവിടെ ആയിരിക്കും. എക്സാം ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ആയിരിക്കും. ടയർ 1 ടയർ 2 ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് അവർ റീജിയണൽ സെന്റേഴ്സ്, നിങ്ങൾക്ക് അടുത്തുള്ള സെന്റേഴ്സ് തരുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണ് വാക്കൻസി കൂടുതലെന്ന് നോക്കി നിങ്ങളുടെ ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കൊടുക്കുക. ഞാൻ എന്തായാലും ട്രിവാൻഡ്രം സെലക്ട് ചെയ്യാണ്. ട്രിവാൻഡ്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഞാനിപ്പോ ഡിബാർഡ് ഒന്നും അല്ല, RRB NTPC ഒക്കെ എക്സാം എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ള ഈ കൺഫർമേഷൻ ബോക്സ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ പിന്നെ വരുന്നത് എന്താണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരമാണ് കേട്ടോ. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള അവസരമാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ മുന്നേക്ക് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഇതിൽ കുറെ ബോക്സ് ഒക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നേന്നെല്ലാം ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്കാണെങ്കിൽ ഓൾറെഡി എല്ലാം കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അതായത് ഇപ്പം കൺട്രി ഓഫ് നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൊടുക്കുക. ഏത് നാഷണാലിറ്റി, ഇന്ത്യക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ ഇന്ത്യ കൊടുക്കുക. ഇനി അടുത്ത നെയിം എന്ന് പറയുന്നത് 10th ക്ലാസ്സിൽ, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ, അതായത് 10th ക്ലാസ്സിൽ SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരു മിസ്റ്റേക്കും വരുത്താതെ ഈ പറയുന്ന പോലെ സ്പേസ് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഈ പറയുന്ന ഇപ്പം ഇനിഷ്യലിന്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണോ SSLC സർട്ടിഫിക്കറ്റിലുള്ളത് അതേപോലെ അങ്ങ് കോപ്പി അടിച്ച് ഇവിടെയും വെക്കുക. കാരണം SSLC സർട്ടിഫിക്കറ്റ് വെച്ചായിരിക്കും അവർ നിങ്ങളെ വെരിഫൈ ചെയ്യുന്നത്. DV സമയം വരുമ്പോൾ, ഇപ്പൊ ഒന്നും കുഴപ്പമില്ല, DVയുടെ ടൈം വരുമ്പോൾ അവർ നിങ്ങളെ കിടത്ത് ഓട്ടിക്കുന്ന ഒരു സമയം വരും. അതുകൊണ്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്താണോ SSLC ബുക്കിൽ അത് തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. പേര് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക, ഫീമെയിൽ ഓർ മെയിൽ അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് കാണിക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണ് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ കാണും. മാരിറ്റൽ സ്റ്റാറ്റസിൽ അൺമാരീഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ എന്താണെന്ന് വെച്ചാൽ മാരീഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ആണ് ചോദിക്കുന്നത്. ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് എക്സാം എഴുതാൻ താല്പര്യം. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും, ഇംഗ്ലീഷ് ആണ് കൊടുക്കാൻ ഇഷ്ടം, അപ്പൊ ഇംഗ്ലീഷ് കൊടുക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം റീജിയണൽ ലാംഗ്വേജിലും എഴുതാം. മലയാളം കൊടുക്കുന്നവർക്കാണെങ്കിൽ മലയാളവും കൊടുക്കാം. ഇനി അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത്. അതും എന്താണ്, 10th ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത്, ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ തെറ്റാണെങ്കിൽ പോലും 10th എന്താണോ അത് മാത്രമേ കൊടുക്കാവൂ. പിന്നെ 10th സർട്ടിഫിക്കറ്റും ആധാറും മാച്ചബിൾ അല്ലെങ്കിൽ അതും ശ്രദ്ധിക്കണം. ആധാർ കൊണ്ടുപോയി ചേഞ്ച് ചെയ്യണം. എന്താണോ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും അഡ്രസ്സും എല്ലാം അത് തന്നെ ആയിരിക്കണം ആധാറിൽ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആധാർ മാത്രമാണ്. 10th ക്ലാസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 10th ക്ലാസ്സിൽ എന്താണോ അത് തന്നെ ആധാറിലാക്കുക. അത് തന്നെ ഇവിടെയും കൊടുക്കുക. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഏതാണ് നിങ്ങളുടെ ഇയർ, എന്താണ് ഡേറ്റ് ബർത്ത്, ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് അച്ഛന്റെ പേര് കൊടുക്കുക. അച്ഛന്റെ പേര് ഫാദേഴ്സ് നെയിം ആസ് റെക്കോർഡഡ് ഇൻ ദ മെട്രിക്കുലേഷൻ. 10th ക്ലാസ്സിൽ എന്താണോ അച്ഛന്റെ പേര്, ഇനി ആ ഇനിഷ്യലി ഇപ്പം ആർ പിള്ള എന്ന് വല്ലതും ആണെങ്കിൽ പിള്ള ആദ്യം ആയിപ്പോയി, ആർ പിന്നെ ആയിപ്പോയി, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണോ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ എടുത്ത് ഫാദേഴ്സ് നെയിം ഇതിലും കൊടുക്കണം കേട്ടോ. അത് ആ ചേഞ്ചസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിക്കോണം. കാരണം ഡോക്യുമെന്റ് സമയത്ത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഫിഡവിറ്റ് വെക്കേണ്ടി വരും. ആ ഒരു അവസരം മാക്സിമം അവോയ്ഡ് ചെയ്യുക. അഫിഡവിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, നല്ല പൈസ എമൗണ്ട് വാങ്ങിക്കുന്നതാണ്. വക്കീലിന്റെ അടുത്ത് പോയി നമ്മൾ പേപ്പറിലോ ഈ എഴുതി വാങ്ങിക്കുന്ന സാധനമാണ്. ഓരോ മിസ്റ്റേക്കിനും ഓരോ അഫിഡവിറ്റ് തയ്യാറാക്കേണ്ടി വരും. അപ്പം കുറഞ്ഞത് ഒരു 3000-4000 രൂപയെ ഓരോ സർട്ടിഫിക്കറ്റും ഇങ്ങനെ വാങ്ങിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതിനേക്കാളും ചേഞ്ചസ് വരുത്താനുള്ളതൊക്കെ ഇപ്പോഴേ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇതിലേക്ക് എന്ത് ചെയ്യാനുള്ളത്, സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഫാദേഴ്സ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞ് ഇമെയിൽ അഡ്രസ് എന്താണോ ഇമെയിൽ അഡ്രസ് കൊടുക്കുക. അത് കഴിഞ്ഞ് എന്താണ്, റിലീജിയൻ സെലക്ട് ചെയ്യുക. റിലീജിയൻ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ എന്താണോ ഉള്ളത് ആ റിലീജിയൻ കൊടുക്കുക. പിന്നെ അതുപോലെ പെർമനന്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എന്താണോ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് എന്തെങ്കിലും സ്കാർസോ അല്ലെങ്കിൽ മോളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സാധനം തന്നെ കൊടുക്കണം. അത് കാണിക്കുക. ഇനി അടുത്ത് ഏജ് കാണിക്കുക. ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഏജ് അവർ തന്നെ അങ്ങ് ഫില്ല് ആക്കിക്കോളും. അതുപോലെ മദേഴ്സ് നെയിം കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പറും എപ്പോഴും യൂസബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് മദർ ടങ് ഏതാണെന്ന് കൊടുക്കുക. മദർ ടങ് എന്താണ്, നമ്മുടെ മദർ ടങ് മലയാളം ആണെങ്കിൽ മലയാളം തന്നെ കൊടുക്കുക കേട്ടോ. ഇനി തമിഴ്സ് ആണെങ്കിൽ തമിഴ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അപ്പം എന്തായാലും ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുക. വീണ്ടും ഒരു പെർമനന്റ് വിസിബിൾ മാർക്ക് ചോദിക്കുന്നുണ്ട്, 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചോദിക്കുന്നുണ്ട്. ആ 2 നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും. അതിൽ എന്ത് കൊടുത്തേക്കും, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഈ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതിൽ ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് UR അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണും.
അപ്പം അത് OBC ആണെങ്കിൽ OBC സെലക്ട് ചെയ്യുക, അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ അത് ചെയ്യുക, SC ST ആണെങ്കിൽ SC ST കൊടുക്കുക, EWS ആണെങ്കിൽ EWS കൊടുക്കുക. ഏതാണോ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സത്യസന്ധമായിട്ട് ഇവിടെ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമ്പർ എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴേ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് കഴിഞ്ഞ് നാളെ ഒരു ദിവസം അത് വാലിഡിറ്റി തീർന്നാലും വീണ്ടും ഒന്നേന്ന് എടുത്താൽ മതി. പക്ഷെ ഇന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് വാലിഡിറ്റി കാണിക്കണം. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് അവർ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല വച്ചതെന്നുള്ളൊരു കാര്യം. അപ്പം നിങ്ങൾ OBC ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളത് ചോദിക്കും നോൺ ക്രീമി ആണോ ക്രീമി ലെയർ ആണോ എന്ന്. NCL കാണിക്കാൻ പറയും. അപ്പൊ NCL ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസർവേഷൻ കിട്ടുള്ളൂ. ക്രീമി ലെയറിന് എപ്പോഴും ജനറൽ കാൻഡിഡേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നോൺ ക്രീമി ലെയർ NCL ഉള്ളവരാണെങ്കിൽ NCL കാണിക്കാനായിട്ട് പറയും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, ആരാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതെന്ന് ചോദിക്കും. അത് ആരാണെന്ന് വെച്ചാൽ അതിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിക്കോളാം. ഓക്കെ, ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ഓപ്ഷൻസ് കൊടുക്കുക. ഇനി അടുത്ത നെയിം ഓഫ് ദ കാസ്റ്റ് ചോദിക്കുകയാണ്. കാസ്റ്റിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാസ്റ്റ് ആണുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അത് മെൻഷൻ ആയിരിക്കും. നിങ്ങൾ SC ST ആണെങ്കിലും OBC ആണെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കും ഏത് ജാതിയാണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യം, കാസ്റ്റിന്റെ കാര്യം. ആ ജാതി തന്നെ ഇവിടെ എടുത്ത് കാണിക്കണം കേട്ടോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് വരുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ. നിങ്ങൾ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ തഹസിൽദാറിനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്, ഈവൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിച്ചാണെങ്കിൽ അതിലൊരു സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണം. അതുകൊണ്ട് ആ നമ്പർ കാണിക്കുക. അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഏത് സമയത്താണ് ഇത് ഇഷ്യൂ ചെയ്ത് തന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് അത്രയും വാലിഡ് ആണ്, പ്രൂഫായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം മുന്നേ തന്നെ എടുത്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിന്റെ ഡേറ്റ് അതിൽ കൊടുത്തേക്കും, അതിവിടെ കാണിക്കുക. ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് പ്രസന്റ് അഡ്രസ്സിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന്റെ ഈ പറയുന്ന ഫോം ഫില്ലപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയും പഠിച്ച് ഒരു നല്ലൊരു ജോലി മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൈഡൻസും തരാനായിട്ട് ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ NTPCയുടെ ഈ പറയുന്ന പോലെ ഓൺലൈൻ കോഴ്സ് പുതിയത് ലോഞ്ച് ചെയ്യുകയാണ് നമ്മൾ. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ എന്തായാലും ഒരു ബ്രാൻഡ് ന്യൂ കോഴ്സ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക. നന്നായിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന NTPC നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല പോസ്റ്റുകളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കും അറിയുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് മാക്സിമം എഫേർട്ട് ഇടുക കേട്ടോ. നിങ്ങൾ മാക്സിമം നോക്കിക്കോളുക അതിന് വേണ്ടിയായിട്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ UR SC എന്താണോ കൊടുക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ നോർമൽ അഡ്രസ്സിന്റെ കാര്യങ്ങളാണ്, നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും കാര്യങ്ങളാണ്. സ്റ്റേറ്റ് കൊടുക്കുക, കേരളയാണ്. അഡ്രസ്സ് കൊടുക്കുക, എന്താണോ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിന്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക, അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എവിടെയാണ് ഡിസ്ട്രിക്ട് വരുന്നത്, തിരുവനന്തപുരം, കൊല്ലം എവിടെയാണോ വരുന്നത് അത് കൊടുക്കുക. നിയർ ബൈ ടൗൺ ഏതാണെന്ന് വെച്ചിട്ട് നിയർ ബൈ ആയിട്ടുള്ള സിറ്റിയോ ടൗണോ കൊടുക്കുക. നമ്മുടെ എന്താണ് പിൻകോഡ് കൊടുക്കുക ഏതാണെന്ന് വെച്ചാൽ. അപ്പം ഇത് നമ്മുടെ അഡ്രസ്സ് കാണിക്കുന്നതാണ്. പെർമനന്റ് അഡ്രസ്സും കൂടെ എന്ത് ചെയ്യുക, ചിലപ്പം അത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അത് റിപ്പീറ്റ് അടിച്ച് ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. ഇത് അഡ്രസ്സ് കൊടുക്കുന്ന ഒരു സമയമാണ്. ഇത് നിങ്ങളുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇനി അടുത്ത് എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലായി കഴിഞ്ഞ് ഇനി അതർ ഡീറ്റെയിൽസിലേക്ക്, കാറ്റഗറി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ആർ യു ആൻ എക്സ് സർവീസ് മാൻ? അപ്പൊ നിങ്ങൾ എന്താ പറയും, നോ ആണല്ലേ. നിങ്ങൾ നോ ആണ്. എസ് ആണെന്നുള്ളവരാണെങ്കിൽ എസ് എന്ന് കാണിക്കുക. ഈ പറയുന്ന എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അത് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എസ് കൊടുക്കാം. ഇനി അടുത്ത പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ത് കൊടുക്കാം, എസ് കൊടുക്കുക അല്ലെ. ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഈ പറയുന്ന പോലെ PWD സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാലോ കുറെ ഓപ്ഷൻസ് അതിൽ പറയുന്നുണ്ട്. ബ്ലൈൻഡ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാറ്റഗറികളുണ്ട്. അപ്പൊ ആ കാറ്റഗറിയിൽ ഏതിലെങ്കിലും നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. ഈവൻ സ്ക്രൈബ് വെക്കാവുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. അത് നോക്കിക്കോളൂ. അപ്പൊ ഇല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞ് വരുന്നത് സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ പറയുന്ന പോലെ റൈറ്റിംഗ് എബിലിറ്റി ഉള്ളവരാണോ അതോ സ്ക്രൈബ് വെക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എസ് കൊടുക്കുക. അതായത് PWD എസ് കൊടുത്തവർക്ക് സ്ക്രൈബ് വെക്കേണ്ടി വരും. അപ്പൊ എസ് തന്നെ രണ്ടിടത്തും കൊടുക്കുക. ചിലർക്ക് വേണ്ടി വരത്തില്ല, എങ്കിലും ഉള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക. ഇല്ലാത്തവർ നോ കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ പറയുന്ന പോലെ റൈറ്റിങ്ങിന് വേറെ ആരെങ്കിലും കൊണ്ടുവരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എസ് കൊടുക്കുക കേട്ടോ.
അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ തരും നിങ്ങൾക്ക്. ഇനി അടുത്ത് ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഫീസിന്റെ ഇളവ് വരുന്ന EBC കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. ഇവർക്ക് പ്രത്യേകിച്ച് റിസർവേഷൻ ഏജിലോ അല്ലെങ്കിൽ മാർക്കിന്റെ കാര്യത്തിലോ ഒന്നും ഒരു റിസർവേഷനും ഇല്ല. പക്ഷെ അവർക്ക് ഫീസിന്റെ കാര്യത്തിൽ റിസർവേഷൻ ഉണ്ട്. നിങ്ങളെ EBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, എക്കണോമിക്കലി ബാക്ക്വേർഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? എസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. എലിജിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് കൊടുക്കുക. EBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേട്ടോ, അത് ശ്രദ്ധിക്കുക. അവർ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് EBC കൊടുക്കുന്നുണ്ടെങ്കിൽ, എസ് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. അതുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തി മാത്രമേ നിങ്ങൾ ഇവിടെ എസ് കൊടുക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? നോ തന്നെ കൊടുക്കുക കേട്ടോ, നോ തന്നെ കൊടുക്കുക. അതുപോലെ റെയിൽവേ ആപ്ലിക്കന്റ് ആണോ എന്ന് ചോദിക്കുന്നു. റെയിൽവേയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? നോ ഉള്ളവരാണെങ്കിൽ എസ് കാണിക്കുക, അതിന്റെ സർട്ടിഫിക്കറ്റ് കൈ കരുതുക. നെയിം ഓഫ് ദ കറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ, എസ് ആണ് കൊടുത്തവരെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, റെയിൽവേയിൽ ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? എസ് കൊടുത്തിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നും കൂടെ കാണിക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ വെക്കാനുള്ളത്, അതായത് നിങ്ങൾ ഈ പറയുന്ന ഫീസിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫീസിന്റെ റീഫണ്ട് ഒക്കെ വരുന്നത് അക്കൗണ്ട് ഏതാണോ അതും അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഫീ പേയ്മെന്റ് 280 നോർമൽ കാൻഡിഡേറ്റ്സ്, അല്ലാത്തവർ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതുപോലെ ബാങ്ക് നെയിമിന്റെ പേര് ഏതാണ്, യൂണിയൻ ബാങ്ക് ആണോ സ്റ്റേറ്റ് ബാങ്ക് ആണോ ഏതാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ റീഫണ്ട് അക്കൗണ്ട് നമ്പറും ബാങ്ക് അഡ്രസ്സും ഒന്നും കൂടെ എന്ത് ചെയ്യുക? ഇത് ചെയ്യാന്നുള്ള കാര്യമാണ്, റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വരേണ്ട. അതായത് റീഫണ്ട് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൊടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇവിടെ ഡിഗ്രി കാണിക്കണം അല്ലെ? ഡിഗ്രി കാണിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള മെട്രിക്കുലേഷൻ കാണും. എപ്പോഴും ഏതൊരു ഇതിനായാലും നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഓൾറെഡി അവിടെ എന്ത് ചെയ്തിരിക്കും? കൊടുത്തിരിക്കും. പിന്നെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പറും ഇതൊക്കെ ഒന്നും കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇവിടെ കണ്ടോ, എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ കയറിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ എന്താണ് സീരിയൽ നമ്പറും റോൾ നമ്പറും കൊടുക്കാനായിട്ട് പറയും. അപ്പൊ റോൾ നമ്പർ ഉള്ളവര് റോൾ നമ്പർ കാണിക്കുക. SSLC എവിടെയാണ് പഠിച്ച റോൾ നമ്പർ കൊടുക്കുക. അതുപോലെ സീരിയൽ നമ്പർ ഈ SSLC സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ തന്നെ ഒരു സീരിയൽ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്തേക്കുക. ഇനി ഇത് അപ്പൊ എന്ത് ചെയ്യണം? 10th ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കും, പക്ഷെ അതിൽ എഡിറ്റ് ചെയ്യാൻ കാണും. എല്ലാ ഓപ്ഷനും ഫിൽ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സർട്ടിഫിക്കറ്റ് നമ്പർ റോൾ നമ്പർ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തോളുക. ഇത് കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും കേട്ടോ. നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അപ്പൊ ബാച്ചിലേഴ്സ് ഡിഗ്രി കൊടുക്കുക. അപ്പൊ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന അടുത്ത പ്രോസസ് ആണ് നിങ്ങളുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർ ഡിഗ്രി എന്ന് കാണിക്കുക. ഏത് യൂണിവേഴ്സിറ്റി, നെയിം ഓഫ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കാണിക്കുക. ഡിസിപ്ലിൻ, ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചത്, ഏതാണോ നിങ്ങൾ പഠിച്ചത്, BSc കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി അടുത്ത ഡേറ്റ് ഓഫ് പാസിങ്, ഏത് വർഷമാണ് നിങ്ങൾ പാസ് ആയതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അതറിയാലോ, ഏതെങ്കിലും ഒരു മാർച്ച് ഏതെങ്കിലും വർഷമാണോ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഏത് സ്റ്റേറ്റിലാണെന്ന് കാണിക്കുക. പെർസെൻറ്റേജ് എത്ര കിട്ടിയെന്ന് ശ്രദ്ധിക്കുക. ഡിസ്ട്രിക്ട് കൊടുക്കുക. ഡിസ്ട്രിക്ട് എവിടുത്തെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെന്നുള്ളൊരു കാര്യം കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ അറിയാമോ എന്നുള്ളൊരു കാര്യമാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എന്ന് കൊടുക്കാം, വേണ്ടെങ്കിൽ അറിയില്ല, ഒട്ടും തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നോ എന്നും കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എസ് കൊടുക്കുക. ഓക്കെ, എസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അറിയാലോ ടൈപ്പിസ്റ്റ് ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എസ് കൊടുക്കുക. നമ്മൾ പിന്നെ ആയാലും നമ്മൾ പഠിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താണ് നമ്മുടെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇവിടെ അവർ ആ ഒരു ഗൈഡ് ലൈൻസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യുക. ഇപ്പൊ ലാപ്പിൽ നിന്ന് ചെയ്തവരാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്യാപ്ചർ ലൈവ് ഇമേജ് ചെയ്യാൻ പറ്റില്ല. ഫോണിൽ നിന്നാണ് ചെയ്തെങ്കിൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാം. ലാപ്പിൽ നിന്ന് ചെയ്തവരാണെങ്കിൽ അതിൽ തന്നെ ഡയറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ എററൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ നോക്കി നോക്കുക. വെബ്സൈറ്റ് ഒക്കെ കുറച്ചൊന്ന് എന്താണ് ഈ പറയുന്ന പോലെ കൂളായിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. റഷ് ഉള്ള സമയത്ത് മാക്സിമം ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ഇമേജ് ഫ്രം ഫോൺ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാപ്പിൽ നിന്ന് കയറിയവരാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു രീതിയുണ്ട്. അത് വെച്ച് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോയുടെ കാര്യം നോൺ വൈറ്റ് ക്ലോത്തിങ് ആയിരിക്കണം.
വെള്ള കളർ ഡ്രസ്സ് ഒന്നും ഇട്ട് നിൽക്കരുത്, കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത്. അതുകൊണ്ട് നല്ല കുറച്ച് ഡാർക്ക് കളേഴ്സ് ഉള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുക. മുടിയൊന്നും ഫ്രണ്ട് ഇടാതിരിക്കുക. അതുപോലെ ലൈറ്റിംഗ് ഒക്കെ കൃത്യമാണോ നോക്കുക. ഐ ലെവലുള്ള ഫോട്ടോ തന്നെ എടുക്കുക. ഐ ലെവലിൽ നമ്മുടെ എല്ലാം ഈ പറയുന്ന ഫേസ് വരെ കിട്ടുന്ന രീതിയിൽ എടുക്കുക. അതുപോലെ ക്യാപ്പ്, മാസ്ക്, ഗ്ലാസസ് ഇതൊന്നും വെക്കാൻ പാടില്ല. അതെല്ലാം ശ്രദ്ധിച്ചോളുക. ഇത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നിങ്ങൾക്ക് സിഗ്നേച്ചറിന്റെ സ്ഥലമുണ്ട്. സിഗ്നേച്ചറിന്റെ ഇവിടെ ബ്രൗസ് എന്ന് കാണും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഫയൽ സെറ്റ് ചെയ്തിട്ടേക്കണം. അതിനുവേണ്ടി ഇത് ലൈവ് ഫോട്ടോയാണ്. ഫോട്ടോ ലൈവും സിഗ്നേച്ചർ ഓൾറെഡി PDF ആയിട്ട് സൈസ് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെൻ എന്ന് ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം ബ്ലാക്ക് കളർ ഇട്ട് തന്നെ ചെയ്യുക. അപ്പൊ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് ഫോർമാറ്റ് ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, എത്ര പിക്സൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക, ഫയൽ ചൂസ് ചെയ്യുക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫയൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറയുന്ന സൈസിനകത്ത് തന്നെ ചെയ്യുന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഗൂഗിളിൽ കയറിയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു സൈസിലേക്ക് ആക്കി തരാനൊക്കെ പറയുക കേട്ടോ. ഇപ്പൊ ടെക്നോളജി ഒക്കെ അങ്ങനെ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കഫയിൽ പോയി ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. ഞാൻ ചെയ്തത് എന്റെ ഫോട്ടോ തന്നെയാണ്, എന്റെ സിഗ്നേച്ചർ തന്നെയാണെന്ന് പറഞ്ഞ് ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് പേജിലേക്ക് പോവുക. അപ്പൊ അതാണ്, എത്രയാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ഡോക്യുമെന്റ്സ് മാൻഡേറ്ററി പറയുന്നത് ഒന്ന് SC/ST സർട്ടിഫിക്കറ്റ് ആണ്. റെയിൽവേ പാസ് പോലുള്ള പല കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ, കൺസെഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SC/ST സർട്ടിഫിക്കറ്റ് കാണിക്കുക. PDF ഓൺലി, സൈസ് <40 KB ആണ് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അഡീഷണൽ ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. SC/ST സർട്ടിഫിക്കറ്റ്, അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എല്ലാം സ്കാൻഡ് കോപ്പീസ് ആയിട്ട് റെഡി ആക്കി വെക്കുക. SC/ST സർട്ടിഫിക്കറ്റ് അനക്സർ 1 ഫോർമാറ്റ് ഉണ്ട്. അതായത് റെയിൽവേയുടെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതിൽ തന്നെ PDF അവർ പ്രൊവൈഡ് ചെയ്തേക്കും. അത് കഴിഞ്ഞ് OBC NCL അനക്സർ 2 അതിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചെയ്താലും മതി. അങ്ങനെയാണ് പറയുന്നത്. OBC NCL ഉണ്ട്. അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവരും എന്ത് ചെയ്യുക, കാരണം ഇതിനൊക്കെ റിസർവേഷൻ ഉള്ളതുകൊണ്ട് ആ റിസർവേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. ആ ഫോർമാറ്റിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് PWD കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്ക്രൈബ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ എക്സ് സർവീസ്മാന്റെ ഡിസ്ചാർജ്, ഈ പറയുന്ന മിലിറ്ററിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടെ. ഇത്രയുമാണ് അഡീഷണൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അതെന്തായാലും നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. EBC സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ഇപ്പൊ ആവശ്യമില്ല. പക്ഷെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ട് അത് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ അവരൊന്നും ചെയ്തു തരൂല. നിങ്ങൾക്ക് നിങ്ങളിട്ട് ഓട്ടിക്കും അല്ലെങ്കിൽ അഫിഡവിറ്റ് കാണിക്കാൻ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് 12 ആയിട്ട് വരുന്നത് സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ്. PWD കാര്യങ്ങൾ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രൈബിന്റെ ഡീറ്റെയിൽസ് കയ്യിൽ കരുതുക കേട്ടോ. അതായത് ഈ പറയുന്ന സ്ക്രൈബ് അസിസ്റ്റന്റ് അവർ പേജിലൊക്കെ ഓപ്പൺ ആക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അത് സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്ത്, അതായത് സ്ക്രൈബ് ഉള്ളവരാണെങ്കിൽ സ്ക്രൈബിന്റെ ഡീറ്റെയിൽസും കൂടെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈ പറയുന്ന പോലെ ഫീ പേയ്മെന്റ് വരുന്നുണ്ട്. ഫീ പേയ്മെന്റ്, പോസ്റ്റ് പ്രിഫറൻസും വരുന്നുണ്ട്. അപ്പൊ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടവര് എന്താണ്, പേയ്മെന്റ് മെത്തേഡ്സ് അറിയാലോ, ഓൾറെഡി മെൻഷൻഡ് ആണ്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 500 രൂപ തന്നെയാണ് അടയ്ക്കേണ്ടത്. 400 രൂപ റീഫണ്ടബിൾ ആണെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് SC/ST PWD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ മൈനോറിറ്റി വിഭാഗം EBC ആണ്. EBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയാണ് ഫുള്ളി റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് ആ പൈസ അത്രയും തിരിച്ചു കിട്ടും. എങ്ങനെയാണ്, നിങ്ങൾ ആ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് എക്സാം എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. നിങ്ങൾ ഈ പറയുന്ന പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, പൈസ അടച്ചിട്ട് കൃത്യമായിട്ട് എക്സാമും കൂടെ എഴുതണം. SC/ST PWD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ മൈനോറിറ്റി EBC വിഭാഗക്കാർക്ക് 250, മറ്റവർക്ക് 500 ആണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, സോൺ, ഈ പറയുന്ന സോണിനനുസരിച്ചിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് ആണ് അല്ലെ. പോസ്റ്റ് പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. അതാണ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഇതുണ്ട്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിൽ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഫസ്റ്റ് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത്, പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് യോഗ്യരാണോ എന്ന് ശ്രദ്ധിക്കുക. മെഡിക്കൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫിറ്റ് ആണോ എന്ന് നോക്കുക. കണ്ണിന്റെ കാഴ്ചയുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ അത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുക്കാവൂ. അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലാസസ് ഒക്കെ ഉള്ളവർക്കൊന്നും സ്റ്റേഷൻ മാസ്റ്റർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 6/6 ഡിവിഷൻ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നിങ്ങൾ.
ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ അവർ തരാൻ നോക്കുകയുള്ളൂ. അതിന്റെ താഴോട്ടുള്ളത് അവർ എനിക്ക് എന്ത് തരില്ല, ഈ പറയുന്ന പോലെ ഇളവ് തരില്ല. അതായത് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ തെറ്റായിട്ടാണോ വെച്ചെങ്കിൽ ബാക്കിയുള്ള പ്രിഫറൻസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു മെൻഷനിങ് ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റ് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും, പക്ഷെ അതിനുള്ള ആ ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ല. ഈ പറയുന്ന പോലെ കണ്ണിന്റെ കാഴ്ചശക്തി ഒക്കെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വയ്ക്കാതിരിക്കുക, ഒരു ചാൻസ് കളയാതിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നത് ആദ്യം കൊടുക്കുക. ഇപ്പം അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണോ, ജൂനിയർ കം ടൈപ്പിസ്റ്റ് ആണോ എന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഇത്രയും ടൈപ്പിസ്റ്റിന്റെ ഒരു 4 പോസ്റ്റ് ആണ് പറയുന്നത് അല്ലേ. അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ക്ലറിക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ക്ലറിക് കം ടൈപ്പിസ്റ്റിന്റെ സീനിയർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജറും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഈ 3 പോസ്റ്റാണ് എല്ലാവരെയും അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ശരിയാണ്, ഇത് കുറച്ചും കൂടെ ഇരുന്നുള്ള വർക്കാണ് അല്ലെ, ക്ലറിക്കൽ പോസ്റ്റ് പോലെയാണ്. ഏതാണോ ഇത് ക്ലറിക്കൽ പോസ്റ്റും ഇത് കുറച്ചും കൂടെ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുമാണ് അല്ലെ, ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ പോസ്റ്റും ഇത് കുറച്ചും കൂടെ സെൻസിറ്റീവ് പോസ്റ്റും ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിൽ മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കുക. അപ്പൊ ഓരോന്നായിട്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഫസ്റ്റ് ഞാൻ ഇതാണ് കൊടുത്തത്, സെക്കൻഡ് ഇതാണ് കൊടുത്തത്, തേർഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഏതാണോ വേണ്ടത് ആദ്യം അത് കൊടുക്കുക. ഇപ്പൊ എനിക്ക് ആദ്യം വേണ്ടത് എനിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യം സീനിയർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് മതി എന്ന് പറഞ്ഞ് ഞാൻ ഇത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കും. അടുത്ത് ഞാൻ ഇത് കൊടുക്കുന്നു, അടുത്ത് ഞാൻ ഇത് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഇത് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ 7 എണ്ണമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പ് കഴിയാണ്. പോസ്റ്റ് പ്രിഫറൻസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡൺ ആണ്. എന്നിട്ട് ഇവിടെ എന്ത് വരും, ഡിക്ലറേഷൻ വരും. അതെന്ത് ചെയ്യുക, ടിക്കിട്ട് കൊടുക്കുക. ഞാനിതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കുക. ഈ പറയുന്ന പോലെ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും വരും. സബ്മിറ്റ് കൊടുക്കാനുള്ള ഒരു സമയമാണിത് കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും പ്ലേസും ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്ലേസ് ഒക്കെ അവിടെ തന്നെ അവർ തന്നെ മെൻഷൻ ചെയ്തേക്കും. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം. പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിഷൻ ആണ് ആ കാണിക്കുന്നത്. അപ്പൊ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, എല്ലാം ശരിയാണോ ഫില്ല് ചെയ്തതെന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓട്ടിച്ച് നോക്കാം. കാരണം കറക്ഷൻ വിൻഡോ വന്ന് വീണ്ടും ചേഞ്ച് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാക്കാതെ കൃത്യമായിട്ട് ഈ ഒരു സമയം എടുത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എല്ലാ സെക്ഷനും കെയർഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്ര സ്റ്റെപ്പാണ് വരുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വേണം കൊടുക്കാനായിട്ട്, എങ്കിലേ റീഫണ്ട് വരുവുള്ളൂ. അതുപോലെ പ്രിവ്യൂ ചെയ്യുന്നതിന് മുമ്പ്, പ്രിവ്യൂ ചെയ്ത് ഫൈനൽ സബ്മിഷന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെച്ച് നോക്കി നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്, ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒരു വീഡിയോ പ്രത്യേകം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശരിയായിട്ട് ചെയ്തിരിക്കണം. പോസ്റ്റ് വെക്കുന്നത് സീരിയസ് ആയിട്ട് കണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതിയിട്ട് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അഫിഡവിറ്റ് എടുത്ത് വെക്കാൻ തയ്യാറായിരിക്കണം. പലരും അഫിഡവിറ്റിന് പല പൈസയാണ് വാങ്ങിക്കുന്നത്. ഈ പറയുന്ന പോലെ 1000 രൂപ വാങ്ങിക്കുന്നവരുണ്ട്, 750 വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ അത് ചെയ്യുക. പിന്നെ EBC സർട്ടിഫിക്കറ്റ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അതിനൊക്കെ അഫിഡവിറ്റ് ഒക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫീസ് അടയ്ക്കുന്ന ഈ പറയുന്ന 250ന്റെ കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒന്നും ഓടാതിരിക്കുക. കാരണം ബാക്കിയുള്ള ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിന് ചേഞ്ചോ അച്ഛന്റെ പേരിലോ അമ്മയുടെ പേരിലോ ഒക്കെ ചേഞ്ച് ഉണ്ടെങ്കിലോ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓൾറെഡി നിങ്ങൾ അഫിഡവിറ്റ് കയ്യിൽ കരുതുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കൈ കരുതുക. എന്തായാലും ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ എന്തായാലും November 1 നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.